ചേട്ടാ, കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ ആക്ഷേപം എന്ന് പറയുന്നത് 75 വയസ്സായ അല്ലെങ്കിൽ 80 വയസ്സായ 90 വയസ്സായ യുവാക്കൾ നിയന്ത്രിക്കുന്ന പാർട്ടി എന്നായിരുന്നു കോൺഗ്രസിനെ ആളുകൾ കളിയാക്കി. 75 വയസ്സുള്ള യുവാക്കൾ. അതെ, 75 വയസ്സ്, 80 വയസ്സ്, 90 വയസ്സ് വരെയുള്ള യുവാക്കളാണ് പാർട്ടിയെ ഏറ്റവും കൂടുതലും കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ആക്ഷേപം കോൺഗ്രസിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇനി തൊട്ട് 75 വയസ്സിന് മുകളിലുള്ള യുവാക്കൾ കോൺഗ്രസ് പാർട്ടിയിൽ മത്സരിക്കാൻ ഉണ്ടാകില്ല എന്ന് പറയുന്നൊരു വാർത്തയുണ്ട്. അതിൽ 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൊരു യുവാവ് മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് കെ സുധാകരൻ മാത്രമായിരിക്കും, അദ്ദേഹത്തിന് മാത്രമാണ് ഒരു ഇളവുള്ളത് എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഇത്രത്തോളം വേണമായിരുന്നു 75 വയസ്സ് കഴിഞ്ഞ യുവാക്കൾ എന്നൊരു പ്രയോഗം? ഇത്രത്തോളം വേണമായിരുന്നു? അല്ല, രാഷ്ട്രീയത്തെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാരെല്ലാം പറയുന്നത് പ്രായമല്ല, അവരുടെ എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസിൽ അവർ ബുദ്ധി കൊണ്ട് യുവാക്കാണ്, അല്ലെങ്കിൽ അവർ ശരീരം കൊണ്ട് അവർക്ക് വൈകാരികയൊക്കെ കാണും, പക്ഷേ ചുറുചുറുക്ക് കൊണ്ട് അവർ യുവാക്കളാണ് എന്നാണ് രാഷ്ട്രീയക്കാരെല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അത് ഇഷ്ടമാണ്. രാഹുലെ, അങ്ങനെയാണെങ്കിലേ മല്ലികാർജുൻ ഖാർഗെക്ക് 90 വയസ്സായി. അദ്ദേഹം ഇപ്പോഴും MP ആണ്, രാജ്യസഭയിൽ അദ്ദേഹം MP ആണ്, പ്രസിഡന്റാണ്. ശരി, അതാണ് കോൺഗ്രസ് പാർട്ടി. ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ 75 വയസ്സിന്റെ മാനദണ്ഡമുള്ളവർക്ക് സീറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം ഒരു ഏറ്റവും വലിയ നല്ലൊരു തീരുമാനമാണ്. കാര്യം എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് കോൺഗ്രസ് പാർട്ടി അങ്ങനെ സ്റ്റേൺ ആയിട്ടുള്ളൊരു തീരുമാനങ്ങൾ ഇന്നുവരെ എടുത്തിട്ടില്ല. അവിടെയാണ് VD സതീശൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം നടപ്പാക്കുകയാണ്. ചെറുപ്പക്കാർ മത്സരിക്കണം. ഇപ്പം നമ്മുടെ എണ്ണം പറഞ്ഞ നിരവധി നേതാക്കൾ, റോജി M ജോൺ തുടങ്ങിയിട്ട് പിന്നെ നിരവധി, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പ്രശ്നം വന്നതുകൊണ്ടാണ്. അപ്പൊ യുവാക്കൾ തന്നെയാണ് എന്നും ഏത് രാഷ്ട്രീയ CPM എന്ന് പറയുന്ന പാർട്ടി എങ്ങനെയാണ് ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ അങ്ങനെ വന്നിട്ടുള്ളത്? അവർ നിരവധി യുവാക്കൾക്ക് അവസരം കൊടുത്തു. ഇപ്പൊ ഏറ്റവും കഴിവുകെട്ട ഒരു ഗവൺമെന്റ് ആണ് ഇപ്പൊ ഉണ്ടായിരുന്നത്, എന്നിട്ടും ഒരു 2ാം നിരക്കാരെ മന്ത്രിമാരാക്കിയില്ലേ? അങ്ങനെ ഒരു പരീക്ഷണത്തിന് അവർ തയ്യാറായില്ലേ? അങ്ങനെ ആവണം, അത് ഏറ്റവും നല്ല കാര്യം. അപ്പൊ അത് പറയുമ്പോൾ ഇതിൽ ആരെയൊക്കെയാണ് പോകുന്നതെന്നറിയോ? MM ഹസൻ, പാലോട് രവി, MA വാഹിദ്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഈ പറയുന്ന രീതിയിൽ MM ഹസൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം എത്ര പ്രാവശ്യം MLA ആയ ആളെന്നറിയോ? അദ്ദേഹം ഇപ്പോഴും ഉടുപ്പം തച്ചിരിക്കുമായിരുന്നു. അരുവിക്കരയിൽ അദ്ദേഹം സർവേ നടത്തി എന്നാണ് പറയുന്നത്. അരുവിക്കരയിൽ അദ്ദേഹം മത്സരിക്കാൻ സർവേ നടത്തിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. നാണമില്ലേ? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നമ്മൾ പറഞ്ഞ പോലെ 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ള യുവാക്കൾക്ക് മത്സരിക്കാൻ വളരെയേറെ ഇഷ്ടമുള്ള ആളുകളാണ്. ഒരു വർഷങ്ങളായിട്ട് ആവശ്യം പോലെ സ്ഥലമുണ്ടല്ലോ. അതെ, പക്ഷെ അവർക്ക് അതിനൊക്കെ അപ്പുറത്തേക്ക് പാർലമെന്ററി തലത്തിലെ വ്യാമോഹം, ഒന്ന് അധികാരം രുചിച്ചു കഴിഞ്ഞാൽ വീണ്ടും രുചിക്കണമെന്നുള്ള, അല്ലെങ്കിൽ അവർ തന്നെയാണ് ഇതിന്റെ തലതൊട്ടപ്പൻ എന്ന് വിചാരിക്കുന്നൊരു രീതിയിലാണ് പല നേതാക്കന്മാരും പോയിട്ടുള്ളത്. അവരില്ലെങ്കിൽ അവിടെ മണ്ഡലമേ ഇല്ല. പ്രളയം. അതെ അല്ലെ? അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കാര്യം തമാശയ്ക്ക് പറഞ്ഞു തരും. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് KPCCയുടെ ഓഫീസുണ്ട്. ഈ KPCC ഓഫീസിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ വേദിയിലിരിക്കുന്ന, അതായത് സദസ്സിൽ ഇരിക്കുന്ന ആൾ കുറവായിരിക്കും. വേദിയിൽ നേതാക്കളെ കാരണം സ്റ്റേജ് ഒടിഞ്ഞു വീണ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അല്ലെ? അപ്പൊ അത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന രീതിയിൽ എന്തൊക്കെ ഇപ്പൊ സംഘടനയിൽ തന്നെയായിരുന്നാലും, ഇപ്പൊ MM ഹസനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പിടിവള്ളി എന്ന് പറഞ്ഞാൽ AK ആന്റണി കേന്ദ്രവുമായി നല്ല ബന്ധമാണ്. ആ പിടിയിലൂടെയാണ് അദ്ദേഹം. അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഒരു നേതാവാകുകയാണെങ്കിൽ ജനങ്ങളെ കൂട്ടാൻ കഴിയണം, അണികളെ കൂട്ടാൻ കഴിയണം. ഒരു പ്രസംഗമാണെങ്കിലും ഇന്ന് പല നേതാക്കന്മാരുമുണ്ട്, മെയിനായിട്ടൊരു നേതാവ് വന്ന് പ്രസംഗിക്കും, ബാക്കി ആരും പ്രസംഗിക്കുന്ന കാണാൻ അണികളിരിക്കത്തില്ല. 1 or 2 നേതാക്കന്മാരുടെ സംസാരം മാത്രം കേൾക്കാനാണ് അണികൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലൊരു നേതാവാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ സുധാകരൻ എവിടെ കൂടിക്കഴിഞ്ഞാലും ആള് കൂടും. ഇപ്പോ കരുണാകരന്റെ മകനായിട്ടുള്ള മുരളീധരനെ ഇപ്പോ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് തൃശ്ശൂരേക്ക് കൊണ്ടുവരുന്നത്. അന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞത് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹത്തിനെ എവിടെയെല്ലാം അസാധ്യമായിട്ടുണ്ട് അതെല്ലാം കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. എവിടെ കോൺഗ്രസ് തോൽക്കുമെന്ന് തോന്നുന്നു അവിടേക്ക് നേരെ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇതാ കരുണാകരന്റെ മകൻ K മുരളീധരൻ വരുന്നു. പക്ഷേ അവിടെ അവിടെ മുതലാണ് അദ്ദേഹത്തിന് പരാജയം വരുന്നത്. തൃശ്ശൂർ ഈ പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ പാലം വലിച്ചിട്ടാണ് അദ്ദേഹം ആ വിഷയം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ നേമത്ത് വന്ന് അദ്ദേഹത്തിന് തോപ്പിച്ചു. ഇപ്പൊ ഏതായാലും നമുക്ക് ഇതിൽ പറയുമ്പോൾ പാലോട് രവി, MA വാഹിദൊക്കെ എത്ര തവണ MLA ആയതാണ്? ഇനിയും അദ്ദേഹത്തേക്ക് MLA ആക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വെള്ളം കോരാൻ നമുക്ക് BRM ഷഫീർ, അവിടെ നെടുമങ്ങാട് BRM ഷഫീർ ഉണ്ട്. ഷഫീറൊക്കെ മത്സരിക്കട്ടെ. പിന്നെ ശബരിനാഥൻ ഇപ്പോൾ അവിടെ കൗൺസിലാണെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്നെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഈ K മുരളീധരൻ തന്നെ അദ്ദേഹം അറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? പാർട്ടി തന്നെ അദ്ദേഹത്തിന് കുത്തുമെന്നുള്ള പേടി കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു തീരുമാനം അവർ എടുത്തു എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ്.
പിന്നെ നമുക്ക് വേറെയും എടുത്തു പറയാൻ നിരവധി, ഇപ്പം നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ VM സുധീരൻ്റെ പേര് പറഞ്ഞു. VM സുധീരനെ ചിലപ്പോൾ നിർത്താൻ സാധ്യതയില്ല എന്നും പറയുന്നുണ്ട്. കാര്യം പാർട്ടിക്കകത്ത് സംഘടനയിൽ അല്ലാതെ പൊതുജനങ്ങളുടെ ഇടയിൽ VM സുധീരനോട് അത്ര കണ്ടൊരു താല്പര്യമില്ല എന്നൊരു വർത്തമാനമുണ്ട്. കാര്യം അദ്ദേഹമാണ് ആ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ കുളം തോണ്ടിയത്. അപ്പൊ അദ്ദേഹം ഉമ്മൻചാണ്ടിയുമായി വളരെ അകലം തന്നെയായിരുന്നു, മരണം വരെയും അവർ അകന്നു തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതായത് VD സതീശൻ എന്ന് പറയുന്ന ഇപ്പോൾ ഷാഫി പറമ്പിലിനെ വടകര മത്സരിപ്പിച്ചത് ആരുടെ ബുദ്ധിയാണ്? VD സതീശന്റെ ബുദ്ധിയാണ്. ഷാഫി അവിടെ മത്സരിച്ചു, പാലക്കാട് നിന്ന് ഷാഫി അവിടെ കൊണ്ട് മത്സരിപ്പിക്കുമ്പോൾ ഇവർ ശൈലജ ടീച്ചറിനെയാണ് തോപ്പിച്ചിരിക്കുന്നത് വടകരയിൽ. അതും ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്, അതും അങ്ങനെ ഒരു ഭയങ്കര തീരുമാനമാണ്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം, സുധാകരനെ മത്സരിപ്പിക്കാമെന്ന് പറയുമ്പോൾ ഏതാണ്ട് 5ഓളം MP മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം. ചിലപ്പോൾ ഷാഫിയെ കണ്ണൂരൊക്കെ നിർത്താനുള്ള സാധ്യതയുണ്ട്. അല്ല, MP മത്സരിപ്പിക്കത്തില്ല എന്ന് പറയുന്ന വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം എന്നാലും പക്ഷെ അവിടെ മാത്രം സുധാകരന്റെ പേര് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അല്ല, സുധാകരന്റെ പേരെന്ന് പറഞ്ഞാൽ സുധാകരൻ അത്രയും ഒരു ക്രൗഡ് പുള്ളറാണ്. താങ്കൾ അല്പം മുമ്പ് പറഞ്ഞ പോലെ സുധാകരൻ ഒരു വികാരമാണ്. അതെ, തീർച്ചയായിട്ടും കണ്ണൂരത്തെ മാത്രമല്ല, ഇപ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്ന 1-2 സീനുകൾ എന്ന് പറയുന്നത്, കണ്ണൂർ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാരെ സുധാകരൻ എന്ന് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ സുധാകരനെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു ചെന്ന് കയറുന്ന ഒരു രംഗമൊക്കെ ഇന്നും എനിക്ക് തോന്നുന്നു യൂട്യൂബ് എടുത്ത് വെച്ച് സുധാകരന്റെ പഴയ വീഡിയോ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് ശബരിമല വിഷയം നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒറ്റ ഒരാൾ പോയില്ല ശബരിമലയിലേക്ക്. ഇത്രയും വലിയ സംഘർഷങ്ങൾ നടക്കുമ്പോൾ ഭക്തജനങ്ങളെ അടിച്ചുവിടുമ്പോൾ BJP നേതാക്കന്മാരൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കും. ഫീൽഡിൽ ആരും പോയിട്ടില്ല. ശബരിമലയിൽ ചെന്ന് പോലീസുകാർ അടുത്ത് നിന്നിട്ട് എന്നാ നീ എന്നെ അടിയടാ എന്ന് പറഞ്ഞ് നെഞ്ചി വിരിച്ച് നിൽക്കുന്ന സുധാകരനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ കലാലയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കലാലയ ജീവിതത്തിൽ പഠിക്കുന്ന സമയത്ത് ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ് K. സുധാകരൻ എന്ന് പറയുന്നത്. കാരണം തന്റെ കൂടെയുള്ള ആളുകളെ ചേർത്ത് നേതാവ്. അതെ, അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടുള്ള ഇടവും വലവും നിന്ന് എത്ര ചെറുപ്പക്കാരെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഓരോ വിഭാഗീയതയുടെ പേരിലും നശിപ്പിച്ചു കളഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് പലതവണ അവർ ശ്രമിച്ചതാണ്. അതെ, കണ്ണൂര് ടൗണിലാണ് അദ്ദേഹം ജയിക്കുന്നത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന് പല ഇന്റർവ്യൂകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം പറയും അദ്ദേഹത്തിന്റെ അമ്മ വെളിയിൽ ഇങ്ങനെ കാത്തിരിക്കും തന്റെ മകൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ചുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിപ്ലവ വീര്യം അത് തന്നെയാണ് എല്ലാവരെയും ഏറ്റവും കൂടുതൽ. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ പോലും എന്നെ അദ്ദേഹം എനിക്ക് ആരാധനയോടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയം പേർന്ന ഓരോ മനുഷ്യരുടെ മുമ്പിലും സുധാകരന്റെ മുഖം എങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ചിലർ ഗുണ്ടയാണ് അല്ലെങ്കിൽ ഗർജിക്കുന്ന സിംഹമാണ് എന്നൊക്കെ കളിയാക്കി പറയുമെങ്കിലും ഒരിക്കലുമല്ല. എനിക്ക് ഈ പറയുന്ന പോലെ രാവിലെ ഒരു അനുഭവം എനിക്കുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ദീപികയിൽ ജോലി ചെയ്യുമ്പോൾ സൺഡേ സപ്ലിമെൻ്റ്, അന്ന് സൺഡേ സപ്ലിമെൻ്റൊക്കെ ഇന്നും ഉണ്ട് സപ്ലിമെൻ്റൊക്കെ. അന്ന് ഓർമ്മയിൽ ആദ്യത്തെ പ്രസംഗം എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് എനിക്ക് തന്നു. എനിക്ക് കോട്ടയത്ത് നിന്ന് വിളിച്ചിട്ടാണ് എനിക്ക് തരുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, സാറേ ഞാൻ ഈ K. സുധാകരൻ, അന്ന് അദ്ദേഹം MLA ആണ്, K. സുധാകരൻ്റെ ഒരു സ്പീച്ച് ഓർമ്മയിൽ ആദ്യത്തെ പ്രസംഗം എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ MBR ഓർമ്മയിൽ ആദ്യത്തെ പ്രസംഗം നമ്മൾ എടുക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന് എടുക്കുന്നു. അപ്പോൾ എനിക്കൊരു പേടിയുണ്ട്, സത്യമാണ്. എൻ്റെ വയസ്സൊന്നൊരു 25 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. 25 വയസ്സുകാരനായി എനിക്ക് K. സുധാകരനെ അന്ന് വരെ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് എനിക്കൊരു പേടിയാണ്. ഇപ്പോൾ ഇദ്ദേഹം അന്ന് MLA ക്വാർട്ടേഴ്സിൽ നിന്ന് പാളയത്ത് സംസം എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അവിടെ നല്ല ബീഫൊക്കെ ഉള്ള ഒരു കടയാണ്, ഹോട്ടലാണ്. അവിടെ അദ്ദേഹം കഴിക്കാൻ വരും. അപ്പോൾ ഞാനും ക്യാമറമാനും കൂടെ അങ്ങോട്ട് പോകും. എനിക്ക് ഭയങ്കര പേടിയാണ് ഇദ്ദേഹത്തിനോട് ചെന്ന് ചോദിക്കാനായിട്ട്. ഒരു പത്രപ്രവർത്തനം അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ ഒളിച്ചൊളിച്ചിങ്ങനെ അദ്ദേഹത്തിനെ നോക്കുമ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹം എന്നെ ഇങ്ങനെ കൈകാണിച്ച് വിളിച്ച്, ഞാൻ ഇങ്ങനെ പേടിച്ചാണ് ചെല്ലുന്നത്. എന്നെ ഇങ്ങനെ തോളിലൊരു തട്ടങ്ങ് തട്ടി. അപ്പോഴത്തേക്ക് തന്നെ എനിക്കങ്ങ് അദ്ദേഹത്തിനോടങ്ങ് അറിയാതെ ഒരു അടുപ്പം കൊണ്ടാവുക. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ സാറിൻ്റെ ഒരു ആവുമ്പോൾ വേണം, നീ കഴിഞ്ഞ് 2-3 ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ നോക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഒരു ചിരിയങ്ങ് ചിരിച്ചു. അവിടെ അങ്ങ് പൊട്ടിത്തെറിക്കണ ഒരു ചിരിയങ്ങ് ചിരിച്ചു. നാളെ MLA ക്വാർട്ടേഴ്സിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പോയി. എൻ്റെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന ചിത്രം എല്ലാം അങ്ങ് പോവുകയായിരുന്നു. അതാണ് K. സുധാകരൻ. നമ്മളെല്ലാം അങ്ങ് കയ്യിലെടുക്കും. അപ്പോൾ ഇവിടെ കണ്ണൂർ ഇപ്പോൾ VD സതീശൻ ഒരു യാത്ര നടത്തിയപ്പോൾ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ക്ഷണിച്ചില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം വിട്ടു തന്നു. ഇവിടെ ഇങ്ങനെ ആണെങ്കിൽ അധികം ഒരു കൊച്ചുകുട്ടികളുടെ സ്വഭാവമുള്ള ഒരാളും കൂടെയാണ്. അപ്പോൾ നേതൃത്വം അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ 75 വയസ്സിൻ്റെ മാനദണ്ഡം കോൺഗ്രസ് പാർട്ടി കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു നല്ല തീരുമാനമാണ്. നിരവധി യുവ നേതാക്കൾക്ക് അവസരം കിട്ടും. അതിലൂടെ CPM എന്ന് പറയുന്ന പാർട്ടി അവരൊരു താൻപൊലിമ പറയും. ആര്? CPM പറയും, ഞങ്ങൾ യുവാക്കളെ ഇറക്കാൻ പോവുകയാണെന്ന്. ഇവിടെ ആലപ്പുഴ പോലുള്ള തട്ടകം കിട്ടാനായിട്ട് ഒരിക്കൽ മാറ്റി നിർത്തിയിരുന്ന G. സുധാകരനെയും തോമസ് ഐസക്കിനെയും പിണറായി വിജയൻ കൊണ്ടുവരാൻ പോവുകയാണ്. കോട്ടയം പിടിക്കാനായി സുരേഷ് കുറുപ്പിനെ കൊണ്ടുവരാൻ പോവുകയാണ്. അത് നിങ്ങൾ അറിഞ്ഞോ? സുരേഷ് കുറുപ്പിനെ കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ വരട്ടുവാദത്തിൽ ഇവർ ഒരു വേള മാറ്റി നിർത്തിയിരുന്ന എല്ലാവരെയും ഇനി ഒരിക്കൽ കൂടെ ഭരണത്തിൽ വരണം, ഒരിക്കൽ കൂടി കൊടിവെച്ച കാറിൽ ഇവർക്ക് പറക്കണം. പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഇനിയിപ്പോൾ
ചിലപ്പോൾ എന്താവും എന്നറിയില്ല. ഇനി വെയിലൊക്കെ കൊണ്ട് തൊലിയൊക്കെ ഇനി വല്ലതും പറ്റുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. പിന്നെ സമരത്തിന് ഇറങ്ങേണ്ടി വരും, മുദ്രാവാക്യം വിളിക്കേണ്ടി വരും, വെയിൽ കൊള്ളേണ്ടി വരും, അടിത്തട്ടിലേക്ക് ഇറങ്ങേണ്ടി വരും. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. കോൺഗ്രസിന്റെ യുവമുഖങ്ങൾ, വി ഡി സതീശൻ പറഞ്ഞത് ഓരോന്നായി അദ്ദേഹം പ്രാവർത്തികമാക്കുന്നു. കോൺഗ്രസിന്റെ യുവമുഖങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കുന്നു എന്നൊരു നേർത്ത കൗതുകത്തോടെ നമ്മൾ കാത്തിരിക്കുന്നു, അവർ ആരൊക്കെ എന്നറിയാൻ, അല്ലേ? അതെ, തീർച്ചയായിട്ടും.